Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് എന്താണ്, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ടെക് വീഡിയോ അല്ല. പക്ഷേ ഈ വീഡിയോൻ്റെ ഉള്ളിലൊരു ടെക് ഉണ്ട്. അപ്പം എന്താണ് ഏതാണ് കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകല്ലേ. അതായത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ +1 +2 സ്റ്റുഡൻസിൻ്റെ ഭാവി എന്താണ്? ഭാവി മീൻസ് ഫ്യൂച്ചർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കൊല്ലം അവരുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കൊല്ലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം, എക്സാം നടത്തുന്നുണ്ട് ഇല്ല, ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഈ കൊല്ലത്തെ അവസ്ഥ എന്താണ്? അതാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യണത്. അതിനുള്ളൊരു സൊല്യൂഷനും എങ്ങനെ പെട്ടെന്ന് സ്റ്റുഡൻസിന് നമ്മുടെ കോഴ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ ആക്കാൻ പറ്റും. ഇത് പറഞ്ഞു വരുമ്പം ഇത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാനൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈസ് പ്രിൻസിപ്പളായിട്ട് വരെ ഇരുന്നതാണ്. അപ്പം നമുക്കറിയാം, ഒരു കോഴ്സ് ഫാസ്റ്റ് ട്രാക്ക് ആക്കുമ്പോൾ കുറേ പോർഷൻസ് മിസ്സാവും. അങ്ങനെ മിസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ട്രാക്ക് ആക്കുമ്പോൾ കൂടുതൽ അവേഴ്സ് നമ്മൾ അതിനായിട്ട് ചിലവാക്കണം. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂള് റീഓപ്പൺ ചെയ്താലും, +2 റീഓപ്പൺ ചെയ്താലും, അതേപോലെ ട്യൂഷൻ സെൻറ്റേഴ്സിന് റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കോഴ്സ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു 2 hours അല്ലെങ്കിൽ 3 hours കൂട്ടാൻ പറ്റില്ല ട്യൂഷൻ സെൻറ്റേഴ്സിന്. അപ്പം അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കരിക്കുലം ഉണ്ട്, ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം സെക്കൻഡ് ഇയർ +2, അതായത് +2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ഇപ്പം ഡിലേ ആയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ +1ൻ്റെ പോർഷൻസ് തന്നെ കഴിഞ്ഞിട്ടില്ല. അതേപോലെ പുതിയൊരു +2 അല്ലെങ്കിൽ +1 സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോഴും അവർക്ക് ഇനി ഫൈനൽ എക്സാം വരുന്നത് ആ ഒരു ടൈം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾ വിചാരിക്കുക +1ൻ്റെ പരീക്ഷയും +2ൻ്റെ പരീക്ഷയും +2ൻ്റെ സമയത്ത് ഒപ്പം എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാരം കൂടും. അപ്പം അത് ഒരുമിച്ച് എഴുതാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നില്ല നല്ലത്. അപ്പം നിങ്ങൾ ആദ്യം +1ൻ്റെ ഇപ്പം എഴുതുക, പിന്നെ +2ൻ്റെ. അപ്പോൾ ആ കോഴ്സ് പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് തീർക്കാനാണ് ഞാൻ ഈ ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം പറയുന്നത്. അത് വേറെ ഒന്നല്ല, നമ്മൾ 2 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൊല്യൂഷനാണ് 90+ മൈ ട്യൂഷൻ ആപ്പ്. ഒരു ആപ്പ് വെച്ച് പഠിക്കല്ലേ, ഭയങ്കര എക്സ്പെൻസീവ് ആവുമല്ലോ എന്ന് പറയാൻ വെച്ചാൽ കോമ്പറ്റേറ്റീവ് പ്രൊഡക്ട്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പാണ്. കാരണം നമ്മൾ ഇന്നൊരു ട്യൂഷന് പോവാണ്. ഇത് എനിക്ക് ഓതന്റിക് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു ആപ്പ് വാങ്ങി, അതായത് ജൂണിൽ നമ്മൾ ജൂണിൽ വാങ്ങി ഇതുവരെ പഠിച്ചപ്പം അവൾക്കത് നല്ലോണം മനസ്സിലാവണ്ട. അത് 5ാം ക്ലാസ് ആണ്, പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വിഷ്വലൈസേഷൻ ആണ് ആ ഒരു ആപ്പിന്റെ പ്രത്യേകത. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ബോർഡിൽ എഴുതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലായില്ല. പകരം അത് വീഡിയോ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യണ പോലെ ആ വീഡിയോ ആയിട്ട് കാണുമ്പം നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ മൈൻഡിൽ അത് പതിയെ ചെയ്യണത്. അപ്പം നമ്മൾ ദൃശ്യം, ലാലേട്ടൻ പറഞ്ഞ പോലെ ദൃശ്യം, അല്ലെങ്കിൽ ശരത്ത് പറഞ്ഞ പോലെ ദൃശ്യം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മൈ ട്യൂഷൻ 90+ മൈ ട്യൂഷൻ ആപ്പ് തരുന്നത്. അങ്ങനെ തന്നെ ആവുമ്പോൾ എന്താ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിന് ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ എൻ്റെ മോള് 5ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഞാനിത് ഈ ഒരു ആപ്ലിക്കേഷൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പം അവൾ അത് യൂസ് ചെയ്തപ്പം അടിപൊളിയായിട്ട് അവൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അവൾ ആദ്യമായിട്ടാണ് ഈ കൊല്ലം ഹിന്ദി പഠിക്കുന്നത്. ഹിന്ദി എന്നുള്ളൊരു ഭാഷ അവൾക്ക് അറിയില്ല. ഇപ്പം ഹിന്ദിക്ക് അവൾ എത്ര സ്കോർ ചെയ്തിട്ടുണ്ട് കാണാം. അതിന് ഒറ്റ ക്രെഡിറ്റേ നമുക്ക് പറയാനുള്ളൂ, 90+ മൈ ട്യൂഷൻ ആപ്പ്. ഈ ഒരു ആപ്പ് വെച്ച് പഠിച്ചുകൊണ്ട് മാത്രമാണ് ഷീ ക്യാൻ വിൻ. കാരണം 100% മാർക്കാണ് വാങ്ങിയത്. അതേപോലെ തന്നെ മാത്സ്, സയൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിന്റെ സ്കോർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. അവൾ പഠിച്ച് അവൾ എഴുതിയ എക്സാം അതിൽ തന്നെയുണ്ട്. അതാണ് ഏറ്റവും നല്ല കാര്യം. നമുക്ക് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാം. അത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണാം. കാരണം എന്താ, കുട്ടികളെ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും, അത് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു ആപ്പ് അല്ലേ നമുക്ക്
പഠിപ്പിച്ചു വെച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല, നമുക്ക് അവരായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ റിവ്യൂ ചെയ്യുമ്പം അതിനെപ്പറ്റി പഠിച്ചിട്ടേ പറയുള്ളൂ. നല്ലതാണെങ്കിൽ നല്ലതാണ് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയും. അത് നമ്മുടെ ഒരു പോളിസിയാണ്, സുജിത് ഭക്തന്റെ ഒക്കെ പോലെ. നമുക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ നമ്മളത് ഇഷ്ടമായില്ല എന്ന് തന്നെ പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ടൈറ്റിലായിരുന്നു, അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു 90+ മൈ ട്യൂഷൻ ആപ്പ് വാങ്ങിക്കൊടുക്കാം. കാരണം എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. കാരണം വെരി യൂസ്ഫുൾ ആണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഈഗർനെസ്സും. കാരണം നമുക്ക് എന്താ വെച്ചാൽ പഠിക്കുമ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വായിച്ചത് ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ അതൊരു വിഷ്വലൈസിങ് ആണെങ്കിൽ, ഇപ്പം എൻ്റെ മോൾക്ക് അത് ഹിന്ദി പഠിക്കാൻ പറ്റേണ്ടത് എന്താണ്, ഈ ഒരു രീതിയിൽ ചെയ്ത് യൂട്യൂബ് വീഡിയോ പോലത്തെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടാണ് അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ ഭാവി സേഫറാക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ഈ 2 കൊല്ലമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം താളം തെറ്റിക്കിടക്കാണ്. കാരണം കോവിഡ് കൊറോണയാണ്, ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കോവിഡ് കൊറോണയാണ്. അപ്പം ഈ ഒരു സിലബസ് വെട്ടിച്ചുരുക്കാനും പറ്റില്ല. അപ്പൊ അത് എടുത്ത് തീർക്കണമെങ്കിൽ ഓടിച്ചിട്ടിട്ടാ പോണത്. അപ്പൊ നമുക്കൊരു ട്യൂഷൻ സെന്ററിൽ വിട്ടിട്ട് പഠിപ്പിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ, ഈ ട്യൂഷൻ സെന്ററിൽ ഒരു ദിവസം ഒരു ക്ലാസ് കുട്ടിക്ക് മിസ്സായി അത് തിരിച്ചു കിട്ടില്ല. എത്ര എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ, ഞാനൊരു ഫാക്കൽറ്റി ആയിട്ട് കുറെ കാലം വർക്ക് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അത് ഈ ഒരു ടൈം ഫ്രെയിമിൽ ഈ ഒരു KRA സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗോൾ, ഇത്ര ഡേറ്റിനുള്ളിൽ ഇത്ര പോർഷൻസ് തീർക്കുന്നുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. ആ ഒരു ടൈമിന് നമുക്കത് തീർക്കാൻ പറ്റില്ല, ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി ലീവ് ആകുമ്പോൾ ആ കുട്ടിക്ക് അത് കിട്ടില്ല. ട്യൂഷൻ ക്ലാസ് ആണെങ്കിൽ പോലും എടുത്ത് കിട്ടില്ല. ഇവിടെ ആകുമ്പോൾ എന്താണ്, കുട്ടിക്ക് തീരുമാനിക്കുന്ന ടൈം, ഒരു ദിവസം ലീവ് ആണെങ്കിലും സുഖമില്ലെങ്കിലും ആ കുട്ടിക്ക് പിറ്റേ ദിവസം രാത്രി അത് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 24/7 നിങ്ങൾക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യുക. അവർ ക്വറിക്ക് മറുപടി തരും. എനിക്ക് അനുഭവം ഉണ്ട്, എനിക്കൊരു ഡൗട്ട് വന്നു മോളുടെ ഒരു കാര്യത്തിൽ, ഞാൻ അവർക്കൊരു ചാറ്റ് ക്വറി കിട്ടും, അവരത് റിപ്ലൈ തന്നിട്ടുണ്ട് 100%. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് അറിയണമെങ്കിൽ ഇനി ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഒരു ക്ലാസ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ, ഈ 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരായിട്ട് സംസാരിച്ചിട്ട് ഒരു ക്ലാസ്, അത് അജയ് ടെക് ടിപ്സിന്റെ പ്രേക്ഷകർക്ക് ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അവരായിട്ട് സംസാരിച്ചിട്ട് ഒരു ക്ലാസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണാം, പഠിക്കാം. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരും. അതിന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഐ ആം നോട്ട് കമ്പലിങ്, ഇഷ്ടപ്പെട്ടാൽ മാത്രം, നിങ്ങളുടെ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് വാങ്ങാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ മക്കളുടെ ഭാവിയാണ്, അത് നമ്മുടെ കയ്യിലാണ്. ഞാൻ വാങ്ങിയോണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനിപ്പം റിയൽമി ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. റിയൽമി ഫോണിൽ ഷൂട്ട് ചെയ്യാണ്ട് ഞാൻ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് റിയൽമിന്റെ ക്യാമറയെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ റിയൽമിന്റെ ഫ്രണ്ട് ക്യാമറ 25 MP ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കാരണം എന്താ, ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐ ലവ് 90+ മൈ ട്യൂഷൻ ആപ്പ്. അപ്പം ഈ ഒരു ആപ്പ് നിങ്ങളുടെ മക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പം മറ്റൊരു വീഡിയോ കാണുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.